ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിനു നേരെ ആർഎസ്എസിന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നതിന് എന്താണ് തെളിവെന്നാണ് ആർഎസ്എസുകാർ അജിതയോട് ചോദിച്ചത്. തെളിവായി വസ്ത്രം മാറ്റി കാണിക്കുകയെ നിവൃത്തിയുള്ളൂവെന്നായിരുന്നു അജിതയുടെ മറുപടി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, പ്രബുദ്ധ കേരളത്തിന് നാണക്കേടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ന് ട്രാൻസ്ജെൻഡർ. നിയമപരമായും അത് അല്ലാതെയും ഏതു തരത്തിൽ നോക്കിയാലും ശരി തന്നെ അവർക്ക് ഏറ്റവും പരിഗണന കിട്ടേണ്ടുന്ന ഒരു വിഭാഗമാണ്. എന്നിരുന്നിട്ടാണ് ഇന്ന് ശബരിമല തന്ത്രിയും അതുപോലെ പന്തളം രാജപ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ ട്രാൻസ്ജെൻഡർ ശബരിമലയിൽ പോകുന്നതിന് യാതൊരു വിലക്കുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, അവർക്ക് തങ്ങൾ ഇതുവരെ യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ ഈ മധുര തലക്കുളം സ്വദേശിനിയായിട്ടുള്ള അജിതയെ തടഞ്ഞ് അപമാനിച്ചത്. നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളതിന് എന്താണ് പ്രൂഫ് എന്നുള്ളതായിരുന്നു RSS പ്രവർത്തകരുടെ ചോദ്യം. അതിന് വളരെ അതായത് ഒന്നും ചെയ്യാനാകാതെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ മറുപടി നൽകിയത്. എന്റെ വസ്ത്രം മാറി കാണിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അജിതയ്ക്ക് പറയേണ്ടി വന്നു. വയസ്സായ അമ്മയും കൊണ്ട് ഞാൻ ഇത് 13ാമത്തെ തവണയാണ് ശബരിമലയ്ക്ക് വരുന്നത്, ഇനിയും എന്നെ ഇതുപോലെ ആക്ഷേപിക്കരുതെന്ന് അവർ ഇവരോട് പറഞ്ഞിട്ടും അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അപ്പാച്ചിമേടിൽ പോയതിനു ശേഷവും ഇതുപോലെ അവിടെയും ചില പ്രവർത്തകർ ഇവരെ തടയുകയും അപമാനിക്കുകയും ചെയ്തു. ആദ്യം രാവിലെ 8:30 തടഞ്ഞപ്പോൾ പോലീസാണ് ഇവരെ സംരക്ഷിച്ച് സുരക്ഷിതമായി അവിടെ നിന്ന് കൊണ്ടുപോയത്. അതിനുശേഷം ഇവരുടെ ചെവിയിൽ അണിഞ്ഞിരുന്ന ഇവരുടെ കമ്മൽ ഇവർ ഊരിമാറ്റി ആ സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രധാരണം മാറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് ഇവർ യാത്ര തുടർന്നത്. രാജ്കുമാർ, ലൈംഗിക അധിക്ഷേപം വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും രീതിയിലുള്ള കേസെടുത്തിട്ടുണ്ടോ? ഇതുവരെ പോലീസ് ആർക്കുമെതിരെ ഒരു കേസും എടുത്തിട്ടില്ല. പക്ഷേ ഈ സംഭവം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ കേരള പീപ്പിൾ വാർത്തയെ തുടർന്നാണ് പോലീസുകാർ കൂടുതൽ ഇത് അറിയുന്നത്. ആദ്യം ഈ പോലീസ് വരെ സംരക്ഷിച്ചു കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത്. പിന്നീട് ഇതിൽ ലൈംഗിക അധിക്ഷേപമുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണം ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ സംഭാഷണം പീപ്പിൾ പുറത്തുവിട്ടതോടുകൂടിയാണ് ഇതൊരു ലൈംഗിക അധിക്ഷേപമാണെന്നും അവരെ അപമാനിച്ചതാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കേസൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഇതിൽ ബന്ധപ്പെട്ട പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഈ പ്രദേശത്ത്, അതായത് ശബരിമലയിൽ മാത്രം ഈ പമ്പ മുതൽ സന്നിധാനം വരെ 400ഓളം ഈ RSS പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കരുതിക്കുട്ടിയുള്ള ശ്രമമാണെന്നുള്ള ഒരു സന്ദേഹം പോലീസിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് വളരെ കരുതലോടുകൂടി നീങ്ങുന്നത്. രാജ്കുമാർ, നമുക്കറിയാം മകരവിളക്കിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് സാധാരണ ഭക്തരെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? സാധാരണ ഭക്തർ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഒരു നല്ല ഭക്തയായിട്ടുള്ള ഒരു യുവതി കടന്നു ശബരിമലയിലേക്ക് പോയാലും ശരി തന്നെ ഒരു ഭക്തർക്കും അവിടെ പ്രതിഷേധമില്ല. ഉള്ളുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തന്നെ അവർ പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ RSSനെ പോലെ ഒരു ഭ്രാന്തൻ രീതിക്ക് അവർ മുതിരുകയും ചെയ്യുന്നില്ല. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ഈ 2-ാം തീയതി കനകദുർഗയും ബിന്ദുവും ശബരിമലയിലേക്ക് മല ചവിട്ടിയ ദിവസം തന്നെ മലേഷ്യയിൽ നിന്ന് 3-അംഗ സംഘത്തിലെ 2 യുവതികൾ ദർശനം നടത്തിയത്. അവിടെ പോലീസിന്റെ സംരക്ഷണം പോലും അവർക്കില്ലായിരുന്നു. വളരെ സുരക്ഷിതമായി തന്നെ അവർ പോവുകയും അവർ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അവർ പമ്പയിൽ ആദ്യം മരക്കൂട്ടം വഴി സന്നിധാനത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്, തെളിവായി നൽകിയിട്ടുണ്ട്. അതിനുശേഷം അവർ അവിടെ മല ചവിട്ടി അയ്യപ്പനെ കണ്ട് മടങ്ങുന്നതിന്റെ ഇത്ര മണിക്കൂറിന് ശേഷം മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പമ്പയിൽ നിന്ന് നമ്മൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ പരിശോധിച്ചാൽ യുവതികൾ, സാധാരണ ഭക്തരായിട്ട് വരുന്ന യുവതികൾ ആരെങ്കിലും ശബരിമലയിൽ പോകുന്നതിനെ ആരും വിലക്കുന്നില്ല. ഇവിടെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമോ അല്ലെങ്കിൽ വിധി ഉണ്ടായിരുന്നതിന് മുമ്പും ഇങ്ങനെ പോയതായി പല സൂചനകളും നമുക്ക് തെളിവുകളും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇനിയും ഈ വെർച്വൽ ക്യൂ വഴി നിരവധി പേരാണ്, യുവതികളാണ് ശബരിമല ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. അവരിൽ പലരും വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിനു നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയതിന്റെ വിവരങ്ങൾ പുറത്ത്. 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള 2 മലേഷ്യൻ സ്ത്രീകൾ കൂടി മല ചവിട്ടി. ഇരുവരും മല ചവിട്ടിയത് കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ ദിവസം പകൽ വെളിച്ചത്തിലാണ്. ദൃശ്യങ്ങൾ പീപ്പിൾ TVക്ക് ലഭിച്ചു.
ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയതിന്റെ വിവരങ്ങൾ പുറത്തായിരിക്കുന്നു. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള 2 മലേഷ്യൻ സ്ത്രീകളാണ് മല ചവിട്ടിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കനകദുർഗയും ബിന്ദുവും കയറിയ അതേ ദിവസം തന്നെയാണ് ഈ യുവതികളും മല ചവിട്ടിയിരിക്കുന്നത്. ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങളോ തടയലോ ഒന്നും ഇവർക്കെതിരെ കാണുന്നില്ല. ഇവർക്ക് ദർശനത്തിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഭക്തരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? 2-ാം തീയതി കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ ആ ദിവസം 2-ാം തീയതി തന്നെയാണ് മലേഷ്യയിൽ നിന്നെത്തിയ 3-അംഗ സംഘത്തിലെ 2 യുവതികൾ മല ചവിട്ടിയത്. ഇവർക്ക് ഒരാൾക്ക് 30 വയസ്സും മറ്റൊരാൾക്ക് 40 വയസ്സും എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. അതായത് ഇവർ ദർശനം നടത്തി, പക്ഷെ ഇവരുടെ പ്രായമോ മറ്റ് വിലാസമോ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കാനുള്ള ബാധ്യത നിയമപരമായി തന്നെ ഇല്ലാത്തതിനാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്. എന്നാൽ ഒരു പ്രാഥമികമായ ഒരു നമ്മുടെ ഒരു പരിശോധനയിൽ ഇവർ മലേഷ്യയിലെ ഇന്ത്യൻ തമിഴ് വംശജരാണ്. ഇവർ ഇതിനു മുമ്പും ശബരിമലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുമായി നമുക്ക് ബന്ധപ്പെടാനൊന്നും യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് അവർ വളരെ കൃത്യമായി തന്നെ അവരുടെ വസ്ത്രധാരണം തന്നെ പരിശോധിച്ചാൽ തന്നെ ഒരു 30 വയസ്സുള്ള ഒരു നല്ല ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതിയും അതുപോലെ തന്നെ 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും, ഇവരെങ്ങനെ 2 പേരാണ്. ഒപ്പം തന്നെ ഒരു 60 വയസ്സുള്ള മറ്റൊരു സ്ത്രീ കൂടി ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ ഇതിൽ യുവതികളുടെ ഇത് കൃത്യമായി തന്നെ അവരുടെ ശരീരഭാഷ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവര് ആദ്യം മരക്കൂട്ടം വഴി സന്നിധാനത്തിലേക്ക് പോകുന്നതിന്റെ സമയം നമ്മൾ ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. അതിനുശേഷം മടങ്ങി വന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങി പമ്പ വഴി അവർ പോകുന്നത് മടങ്ങുന്നതിന്റെയും സമയവും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വെച്ചു. കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ ലോക്സഭയിൽ വെച്ചത്. 104ാമത് ഭരണഘടനാ ഭേദഗതിക്കായുള്ള ബില്ലാണ് ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 15, 16 വകുപ്പുകളാണ് ബില്ലിലൂടെ ഭേദഗതി ചെയ്യുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതിനാൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ സഭയിൽ പാസ്സാകൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ബില്ലിനെതിരെ സഭയിൽ ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, പ്രതിപക്ഷ പ്രതിഷേധം ഒന്നും തന്നെ ഇല്ല നിലവിൽ ലോക്സഭയിൽ. ഈ ബില്ലിനെ സംബന്ധിച്ച് ബഹുഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളും യാതൊരു എതിർപ്പും കൃത്യമായി ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായില്ല. ബില്ല് കൊണ്ടുവന്നതിന്റെ സമയത്തെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഒരു തന്ത്രമാണ് എന്നുള്ള വിമർശനം ഉന്നയിച്ചത് അല്ലാതെ കണ്ട് ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ പാർട്ടികളും ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ ഈ ഒരു ബില്ലിനെ എതിർക്കുവാൻ വേണ്ടി നേരത്തെ തയ്യാറായിട്ടില്ല. കേന്ദ്ര സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ഭരണഘടനയുടെ 104ാമത് ഭേദഗതിക്കായുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 10% സംവരണം ജാതീയമായി മുന്നോക്കം നിൽക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല്. ഏതായാലും അല്പസമയത്തിനകം ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ ചർച്ചയാകും. വിവിധ പാർട്ടികൾ ഏതായാലും അവരവരുടെ നിലപാടുകൾ ഈ ബില്ലിന് മേലുള്ള ചർച്ചയുടെ സമയത്ത് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ലോക്സഭയിൽ നിലവിലെ സാഹചര്യത്തിൽ ബില്ല് പാസ്സാകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഒരേ സമയം 3/2 ഭൂരിപക്ഷം സഭയിൽ ഹാജരായ അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷവും അതുപോലെ തന്നെ ആകെ അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് ലോക്സഭയിൽ പാസ്സാകുകയുള്ളൂ. നിലവിൽ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ DMKയും ബില്ലിനെ എതിർക്കുന്നുണ്ട് എങ്കിലും ലോക്സഭയിൽ ഇവരുടെ ഈ ഒരു എതിർപ്പിന് കാര്യമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലുമാണ് ഉള്ളത്. പ്രതിപക്ഷ പാർട്ടികളുടെ അവരുടെ നിലപാടുകൾ ഏതായാലും ലോക്സഭയിലുള്ള ചർച്ചയിന്മേൽ വ്യക്തമാക്കാനാണ് സാധ്യത. ബില്ല് രാഷ്ട്രീയ പ്രേരിത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള ഒരു വിമർശനം ഒരുപക്ഷെ ഉന്നയിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബില്ലിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവായാണ് കാണുന്നത്. നിലവിൽ മറ്റൊരു ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും തവർചന്ദ് ഗെഹ്ലോട്ട് അവതരിപ്പിച്ച ബില്ല് ലോക്സഭ പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. ബില്ല് ഇന്ന് ലോക്സഭയിൽ പാസ്സായാലും രാജ്യസഭയിൽ ബില്ല് പാസ്സാകണമെങ്കിൽ വീണ്ടും കടമ്പകളുണ്ട്. കാരണം ഇന്ന് രാവിലെ ആരംഭിച്ച രാജ്യസഭാ നടപടികൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവിന്റെ അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട് CBI നടത്തുന്ന റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അംഗങ്ങൾ പ്രതിഷേധം രാജ്യസഭയിൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് രാജ്യസഭാ നടപടികൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേ സാഹചര്യമാണ് ഇപ്പോഴും
രാജ്യസഭയിൽ തുടരുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യസഭയിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ചർച്ചയാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും നിലവിലില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബില്ല് ലോക്സഭ പാസാക്കിയാൽ തന്നെ രാജ്യസഭ കടക്കാനുള്ള സാധ്യതകൾ ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കാണുന്നില്ല. പ്രതിപക്ഷ പ്രതിഷേധം പ്രധാനമായും സമാജ്വാദി പാർട്ടിയാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭ വീണ്ടും 2:20 വരെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ബില്ല് രാജ്യസഭയിൽ പാസാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാജ്യസഭ നാളത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധം തുടരുകയാണ് എങ്കിൽ രാജ്യസഭയിൽ പാസാക്കാനുള്ള സാധ്യത കാണുന്നില്ല. രേഷ്മ, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വെച്ചു. വിവരങ്ങളാണ് ശരത് നൽകിയത്. ഇടവേള. പണിമുടക്കം സമരകലയുടെ കുടിമുഴക്കം ദുരിതമർദ്ദിത ജനസമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. പണിമുടക്കം സമരകലയുടെ കുടിമുഴക്കം ദുരിതമർദ്ദിത ജനസമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ദ്വിദിന പണിമുടക്കിന് വൻ തൊഴിലാളി ജനപിന്തുണ. 20 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നു. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണ്. ദേശീയ തലസ്ഥാന മേഖല ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും പണിമുടക്കിന് മുൻ വർഷത്തേക്കാൾ പിന്തുണയുണ്ട്. വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഗ്രാമീൺ ബന്ധം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, തലസ്ഥാനത്ത് ഏത് രീതിയിലാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. രേഷ്മ, പ്രധാനമായും 12 ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 ട്രേഡ് യൂണിയനുകളാണ് സമരരംഗത്തുള്ളത്. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതലാണ് രാജ്യവ്യാപകമായി പണിമുടക്കിന് തുടക്കമാകുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ, ഏകദേശം പകുതി ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെയും തിരുവനന്തപുരത്തെയും തെക്കൻ കേരളത്തിലെയും ഒക്കെ തന്നെ ജനങ്ങൾ ഈ ഒരു പണിമുടക്കിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു രീതിയിലുള്ള തൊഴിലാളികളും തൊഴിലിടങ്ങളിലേക്ക് പ്രവേശിക്കാതെ പണിമുടക്കില് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു KSRTC സർവീസ് പോലും നടന്നിട്ടില്ല. പമ്പ സർവീസ് മാത്രമാണ് നടന്നത്. മറ്റ് സർവീസുകളൊന്നും നടന്നിട്ടില്ല. ഒപ്പം ഓട്ടോ, ടാക്സി, മറ്റ് കടകൾ, തൊഴിൽശാലകൾ, മറ്റ് തുണിശാലകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കടകളും അടച്ചുകൊണ്ട് ഈ പണിമുടക്കിനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ വലിയൊരു മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എത്തിയിരുന്നു. ഇത് CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആനത്തലവട്ടം ആനന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് INTUCന്റെ INTUCവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പാലൂർ രവിയായിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഇത്തരത്തിൽ മോദി സർക്കാരിന്റെ കേന്ദ്ര തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സമര പോരാട്ടം തന്നെയാണ് ഈ പണിമുടക്കിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ പ്രാദേശിക മേഖലകളിലൊക്കെ തന്നെ ഈ ഒരു പണിമുടക്ക് വല്ലാതെ കണ്ടങ്ങ് വിജയിച്ചു, അല്ലെങ്കിൽ പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തൊഴിൽശാലകൾ, പ്രാദേശിക മേഖലകളിലെ തൊഴിൽശാലകളിൽ പോലും ഒരാൾ പോലും തൊഴിലിനെത്തിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഓട്ടോ ടാക്സിയുടെ കാര്യം. പ്രാദേശിക മേഖലകളിലും ഓട്ടോറിക്ഷകളോ മറ്റ് ടാക്സികളോ മറ്റ് ബസ് സർവീസുകളോ ഒന്നും തന്നെ ഓടുന്നില്ല എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഈ സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസും കൃത്യമായിട്ടുള്ള ഈ ഒരു പണിമുടക്ക് വലിയ രീതിയിലുള്ള ഒരു ഹർത്താലിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും തൊഴിലാളി നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. കട തുറന്നാലോ അല്ലെങ്കിൽ പണിസ്ഥലത്ത് പ്രവേശിച്ചാലോ തടയില്ല എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയായിരുന്നു നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവരോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ BJPയുടെ ഒരു ഹർത്താലിലൊക്കെ തന്നെ ചാലക്കമ്പോളങ്ങൾ ഉൾപ്പെടെ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇത്തരത്തിൽ ഇന്ന് ഈ പണിമുടക്കിൽ ഒരു കടകൾ പോലും തുറക്കാതെ വലിയ രീതിയിൽ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രേഷ്മ,
നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് പൂർണ്ണം. 20 കോടിയിലേറെ തൊഴിലാളികളാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നത്. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. മോദി സർക്കാരിനെതിരായ തൊഴിലാളികളുടെ സമരം ചരിത്ര സംഭവമെന്ന് CITU ദേശീയ വൈസ് പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. ഇത്രയധികം തൊഴിലാളികൾ പങ്കെടുത്ത സമരം റെക്കോർഡാണെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. ഇന്ത്യയിലെ 10 കേന്ദ്ര സംഘടനകളും ഓരോ സംസ്ഥാനത്തിലുമുള്ള മറ്റ് പ്രാദേശിക സംഘടനകളും എല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ഏതാണ്ട് 20 കോടിയിൽ പരം വരുന്ന തൊഴിലാളികളുടെ പണിമുടക്ക് അത് പക്ഷേ ലോക റെക്കോർഡായിരിക്കും. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് ഇന്ത്യ ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തൊലി ഉരിച്ച് പൊളിച്ചു കാണിക്കുന്ന തൊഴിലാളികളെ ഈ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജനുവരി 8, 9 തീയതികൾ മാറാൻ പോകുകയാണ്. ഇടവേള. പണിമുടക്കം സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനസമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്തെത്തും. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23-ന് അർദ്ധരാത്രി അസാധാരണ നടപടിയിലൂടെ അലോക് വർമ്മയെ മാറ്റി നിർത്തിയ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ 12-ാം കോടതി വെച്ചാണ് വിധി പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് KM ജോസഫും ബെഞ്ചിലുണ്ടായിരുന്നു. CBI ഡയറക്ടറെ മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ഉന്നതതല സമിതിയുടെ അനുമതി വേണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. കുറഞ്ഞത് 2 വർഷമെങ്കിലും CBI ഡയറക്ടർക്ക് പ്രവർത്തന കാലാവധി നൽകണമെന്ന വിനീത് നാരായൺ കേസിലെ വിധി കോടതിക്ക് തള്ളിക്കളയാനാവില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ മാസം 31-നാണ് അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ CVC അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ട കോടതി ഈ കാലയളവിൽ അലോക് വർമ്മ നയപരമായ തീരുമാനമെടുക്കണമെന്ന് വിധിയെഴുതി. Partial victory for Shri Alok Verma in the sense that he has been restored, the order removing him has been quashed, but unfortunately and strangely he has been restrained, from taking major policy decisions, so his full powers have not been restored. M. നാഗേശ്വര റാവുവിനെ താൽക്കാലിക ഡയറക്ടറെ നിയമിച്ച ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമനവും നീക്കം ചെയ്യലും ഉന്നതാധികാര സമിതിയുടെ കീഴിൽ വരുമെന്നും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. അതേസമയം കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. അധികാര ദുർവിനിയോഗം നടത്തിയതിന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ CBI കേസിലെ വിധി പ്രസ്താവം. ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് രംഗാട്ട്. തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലിനെ അവതരണ വേളയിൽ തന്നെ എതിർത്ത് CPIM MPമാർ. ഡോക്ടർ A. സമ്പത്തും MB രാജേഷുമാണ് ചട്ടം 72 പ്രകാരം ബില്ലിനെ എതിർത്തത്. ബിൽ ഭരണഘടനാ വിരുദ്ധവും തൊഴിലാളി സംഘടനാ ബില്ലിലെ 172, 73, 74, 75 വകുപ്പുകളുടെ ലംഘനവുമാണെന്ന് MPമാർ ചൂണ്ടിക്കാട്ടി. I would like to oppose this bill. Yes. Because, Madam Speaker, this is unconstitutional. Okay. This is unconstitutional. Honorable Minister will also accept my view, because why I say this is unconstitutional is this is against the spirit of Article 19(1)(c) that is enshrined in the Part 3 of the Constitution of India. And again, Madam Speaker, this bill which has been circulated, it is against Article 23 and 24, which is enshrined in the Part 4 of this holy book, the Constitution of India.
ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS BJP ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി നടപടി. ഇതിനിടെ യുവതികളുടെ സന്ദർശനം സംബന്ധിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. അതേസമയം മനീതി സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. യുവതികൾ ശബരിമലയിൽ ആരാധന നടത്തിയതിനെതിരെ സംഘടിപ്പിച്ച ഹർത്താലിലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ RSS BJP കർമ്മസമിതി നേതാക്കൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയ ഹർജിയിലെ എതിർകക്ഷികൾക്കാണ് നോട്ടീസിന് ഉത്തരവിട്ടത്. നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം നേരിട്ടോ അല്ലാതെയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയാൽ നേതാക്കൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നും വിധിയിൽ പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഇരുവരും വിശ്വാസികളാണോ എന്ന് കോടതി ആരാഞ്ഞു. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം മനീതി സംഘത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മനീതി സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണ്. കോടതിയുടെ അനാദരവ് കാണിച്ചിട്ടില്ല. മനീതി സംഘം കേരളത്തിൽ പ്രവേശിച്ചപ്പോൾ പലയിടത്തും ആക്രമണം നേരിട്ടു. പോലീസ് ഇടപെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പൗരന്റെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാ ബാധ്യത സർക്കാരിനുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് KSRTCയിൽ അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ സുരക്ഷ അപകടത്തിലാകുമായിരുന്നു. നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾ പാടില്ലെന്നൊരു ഉത്തരവില്ലെന്നും AG വ്യക്തമാക്കി. എന്നാൽ അങ്ങനൊരു ഉത്തരവുണ്ടെന്ന് ആവർത്തിച്ച കോടതി സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ആക്സിവയുടെ 20ാം വാർഷികാഘോഷങ്ങൾ കൊച്ചിയിൽ ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് KLM ആക്സിവ ഫിൻഫെസ്റ്റ് കേരളത്തിലെ മുൻനിര ധനകാര്യ സ്ഥാപനമായി മാറിയെന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ഇസാഫ് ബാങ്ക് MD K തോമസ് പോൾ പറഞ്ഞു. 20 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് KLM ആക്സിവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രളയബാധിതർക്ക് 20 വീടുകൾ നിർമ്മിച്ചു നൽകാനും ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ സേഫ് ക്യാൻസർ കെയർ പദ്ധതി പ്രഖ്യാപിക്കാനും 20ാം വാർഷികാഘോഷം വേദിയായി മാറി.